Assistant salesman questions. First question, report the given sentence and choose the correct option. He said to me, please help me. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഹി റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം ആണ്. അതായത് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നത് ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഓർഡ് ഔട്ട്, കമാൻഡ്, ഷൗട്ടഡ്, ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു വെർബ് അവിടെ യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ സ്പീച്ച് പാർട്ടിനെയും റിപ്പോർട്ടിംഗ് പാർട്ടിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ടു ഉപയോഗിക്കണം. അപ്പോൾ ഹി റിക്വസ്റ്റ് മീ ടു ഉണ്ട്. അതേ കൂട്ട് തന്നെ മീയെ നമ്മൾ ഹിം ആയിട്ട് എഴുതും. അപ്പോൾ ഹി റിക്വസ്റ്റ് മീ ടു ഹെൽപ്പ് ഹിം. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ പാസീവ് ഫോം ഓഫ് ഗിവൻ സെൻറ്റൻസ്. ഇവിടെ ഐ നോ ഹിം എന്നാണ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. ഇതിനെ നമ്മൾ പാസീവ് ഫോമിലോട്ടാക്കുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസോ, ആം ഓർ ആർ പ്ലസ് V3 ബൈ ഏജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഹിമ്മിനെ നമ്മൾ ഹീ ആയിട്ട് എഴുതും. ഹീയുടെ കൂടെ സിംഗുലർ വെർബ് ഈസ്, ഹീ ഈസ്, നോട്ട്, ടു, മീ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ ഐ ആം വർക്കിംഗ് ഹാർഡ് ആണ്. അതായത് ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിന് നെഗറ്റീവ് ആയിരിക്കും ടാഗ് വരുന്നത്. ഐ ആം ആയതുകൊണ്ട് ആറിൻറ്റ് ഐ. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ഇവിടെ ആൻസർ പ്രൊനൗൺസിയേഷൻ ആണ്. അതായത് പ്രൊനൗൺസിയേഷൻ. അതേ കൂട്ട് തന്നെ ബ്യൂറോക്രസി എങ്ങനെയാണെന്ന് വെച്ചാൽ BUREAU. Choose the word substitute for a person who undergoes training in any trade or occupation. A person who undergoes training in any trade or occupation is an apprentice. അതേപോലെ വൺ ഹൂ ഈസ് എൻ എംപ്ലോയ്ഡ് ടു ഡ്രൈവ് എ മോട്ടോർ കാർ ഓടിക്കുന്ന ആളെ നമ്മൾ എന്തെന്ന് ഷോഫർ എന്നാണ് പറയുന്നത്. അത് ഡ്രൈവറിനെ ഷോഫർ എന്നും പറയും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഡിയമാണ് കണ്ടെത്തേണ്ടത്. ബി കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഓർഡേർഡ് പൈനാപ്പിൾ പുഡിംഗ് ഫോർ ഡാഷ് ആഫ്റ്റർ മൈ ഡിന്നർ. ഇവിടെ ആൻസർ എന്ന് വെച്ചാൽ ഡെസേർട്ട്. അതായത് ഡബിൾ എസ് ഉള്ളതാണ് എഴുതേണ്ടത്. അതിനെയാണ് മധുര പലഹാരം എന്ന് പറയുന്നത്. ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു എസ് ഉള്ളത് മരുഭൂമിയും, DISERT എന്ന് വെച്ച് സംസാരിക്കുകയാണ്, ഡെസേർട്ട് എന്ന് വെച്ചാൽ വാദിക്കുക എന്നാണ്. ഇവിടെ ആൻസർ വരുന്ന 2 എസ് ഉള്ള ഡെസേർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ലൊക്കേഷൻസ്. ലൊക്കേഷൻ്റെ അർത്ഥം അധികം സംസാരിക്കുന്ന ആളാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് റെറ്റിസെൻ്റ് എന്ന് പറയുന്നത്. റെറ്റിസെൻ്റ് എന്ന് വെച്ചാൽ മന്ദബുദ്ധിയായിട്ടുള്ള ആളെ റെറ്റിസെൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ള പദം നിർച്ചരിയാണ്. അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദം കമലമാണ്. ദർശകൻ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് ദർശകയാണ്. പുറമേ മോടി പിടിപ്പിക്കുന്നതിന് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേത്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം എന്ന് പറയുന്നത് കുട്ടികളാണ്. നിരീശ്വരൻ പിരിച്ചെഴുതും നീ ഈശ്വരൻ. ആ പ്ലസ് അൾ ചേർത്തെഴുതുമ്പോൾ അവൾ. ഭൂമി എന്നർത്ഥം വരാത്ത പദമാണ് വബുസ്. ഭൂമി എന്നർത്ഥം വരുന്ന പദമാണ് മേദിനി, ശോണി, ധര എന്ന്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബാസു. ആകർഷണത്തിൻ്റെ വിപരീത പദം വികർഷണമാണ്. താങ്ക് യു ഫ്രണ്ട്സ്. പ്ലീസ് സബ്സ്ക്രൈബ്.